കൊല്ലണേ അല്ലാഹ്. അമ്പയച്ചത് മുസൈലിം ഇബ്നു തമീമായിരുന്നു. അല്ലാഹു ആ പ്രാർത്ഥന കേട്ടു. ആ വ്യക്തിക്ക് വയറ്റത്ത് ചൂടും മുതുകത്ത് തണുപ്പുമായി വെള്ളം കുടിച്ച് വയറ് പൊട്ടിയാണ് ആ വ്യക്തി മരിച്ചത്. ഹുസൈനും മിന്നീ വാനമിൻ ഹുസൈനി ഇന്നഹുമാ റൈഹാനത ഖൽബി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് കർബലയിൽ വെച്ച് ഈ ക്രൂരത കാട്ടിയത്. ശുറഅത്ത് ബിൻ തമീം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് വെട്ടി. സിനാൻ ബിൻ അനസ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയും വെട്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആയുധങ്ങൾ അവർ കൊള്ളയടിക്കുകയും ചെയ്തു. പുത്രൻ സൈനുൽ ആബിദീൻ രോഗിയായി കിടക്കുന്നുണ്ട്. ഷമീർ ബിൻ ജിൽജൗഷൻ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ വേണ്ടി ഒരുങ്ങി. ഉമൈർ ബിൻ സഅദ് ബിൻ അബീ വഖാസ് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും കൊള്ള ചെയ്യാൻ പാടില്ല, അഹ്ലു ബൈത്താണ്, അവരെ നശിപ്പിക്കാൻ പാടില്ല, കൊള്ള മുതൽ തിരിച്ചു കൊടുക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് മരിച്ച 72 പേരുടെ ശിരസ്സും യസീദിന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഒരു തളികയിൽ വെച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടത്ത് കുത്തുകയാണത്രേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയുടെ ചുണ്ടത്ത് യസീദ് കുത്തിയപ്പോ സെയ്ദ് ബിൻ അർഖം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, എന്തടാ നീ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂല് ചുംബനം കൊടുത്ത ചുണ്ടാണത്, തൊട്ടുപോകരുത്. കൊട്ടാരത്തെ തന്നെ ഞെട്ടിത്തെറിപ്പിക്കുന്ന വാക്ക്. യസീദ് പേടിച്ചു പോയി, വടി പിൻവലിച്ചു. എന്നിട്ട് യസീദ് പറഞ്ഞു, എടാ നീ ഒരു വൃദ്ധനായിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു. എന്നിട്ട് യസീദ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, എന്റെ അധികാരം തട്ടിയെടുക്കാൻ നിന്റെ ഉപ്പ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഈ ഗതി വന്നത് എന്ന് പറഞ്ഞപ്പോൾ യസീദിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ പൊന്നുമോനായ സൈനുൽ ആബിദീൻ പറയുകയാണ്, മാ അസാബ മി മുസീബത്തിൻ ഫിൽ അർള് ഇല്ലാ ഫീ കിതാബിൻ അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ പുതിയതൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരി അന്തം വിട്ടുപോയി. അങ്ങനെ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു വരികയാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രം സുദീർഘമാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടെ ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.